ഇടുക്കി പരുത്തുംപാറയിൽ അനധികൃതമായി നിർമ്മിച്ച കുരിശ് പൊളിക്കുന്നു. റവന്യൂ സംഘമെത്തിയാണ് കുരിശ് പൊളിച്ചു മാറ്റുന്നത്. നിരോധനാജ്ഞയും സ്റ്റോപ്പ് മെമ്മോയും നിലനിൽക്കെ പരുത്തുംപാറയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനം ഇമ്പാക്ട്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്താണ് ഇപ്പോൾ നടക്കുന്ന നടപടികളൊക്കെ? ഇന്നലെ വെള്ളിയാഴ്ച കൂടിയാണ് ഇവിടെ ഈ ഒരു കുരിശിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇന്നലെ തന്നെ നമ്മൾ ഇവിടെ എത്തുകയും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് രാവിലെ തന്നെ ഇതിന്റെ വാർത്ത പുറത്തുവിട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടപടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ഈ മേഖലയിൽ, അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി തൃക്കുടുത്താനം സ്വദേശിയായിട്ടുള്ള സജിത്ത് എന്നയാളുടെ കയ്യേറ്റ ഭൂമിയിലാണ്. ഈ കയ്യേറ്റ ഭൂമിയിലാണ് ഇയാൾ ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. പ്രധാനമായും സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷം, അതായത് ഈ മാസം 2-ാം തീയതി മുതൽ ഈ ഒരു മേഖലയിൽ, അതായത് പരുന്തുംപാറ മേഖലയിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഈ സ്റ്റോപ്പ് മെമ്മോയും അതുപോലെ തന്നെ നിരോധനാജ്ഞയും എല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിർമ്മാണ പ്രവർത്തനമാണ് നിലവിൽ ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ നിലകളിട്ട് ദിവസങ്ങളെടുത്താണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ 2-ാം തീയതിക്ക് ശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അന്ന് ഈ ഉദ്യോഗസ്ഥർ, വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കണമെന്ന് ഈ 2-ാം തീയതി മുതൽ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും ഈ മേഖലയിൽ പരിശോധനയ്ക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ സമയത്തൊന്നും തന്നെ ഈ ഒരു കുരിശ് പണിയുന്നതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ ഉദ്യോഗസ്ഥർ കണ്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ആ സമയത്ത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ എല്ലാ ദിവസവും പരിശോധനയ്ക്ക് എത്തുന്നു. ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിൽ ഈ കെട്ടിടത്തോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ച ഈ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളോട് ചേർന്ന് ഒരു മരങ്ങൾ മറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്താണ്, ഈ ഒരു തീരക്കാടിനോട് ചേർന്ന പ്രദേശത്താണ് ഈ കുരിശ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അവിടെയാണ് ഈ സജിത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് മെമ്മോയും അതുപോലെ തന്നെ മറ്റ് നിരോധനം എല്ലാം നിലനിൽക്കുന്ന സമയത്ത് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് അടിയന്തര നടപടിയിലേക്ക് നിലവിൽ കടന്നിട്ടുള്ളത്. ഈ കുരിശ് പൊളിച്ചു മാറ്റുന്ന ഒരു നടപടി, അതായത് കട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടാണ്, അത്രത്തോളം നല്ല രീതിയിലാണ് ഈ ഒരു കുരിശ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ഒരു കുരിശ് പൊളിക്കാനുള്ള ആദ്യഘട്ട ശ്രമങ്ങൾ ഇവിടെ റവന്യൂ വകുപ്പ് നടത്തുന്നത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇടുക്കിയിലെ പരുന്തുംപാറയിലാണ് അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടി ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്വകാര്യ വ്യക്തിയുടെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് അധികൃതരെത്തി നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നത്. ജനം TV ആണ് ആദ്യം വാർത്ത നൽകിയത്. ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ പരുന്തുംപാറയിൽ വ്യാപകമായി നടക്കുന്നു എന്നുള്ള വാർത്ത ജനം TVയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടാകുന്നത്. ജനം ഇമ്പാക്റ്റാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. പരുന്തുംപാറയിലെ അനധികൃതമായി കിട്ടിയ കുരിശ് ഇപ്പോൾ റവന്യൂ സംഘമെത്തി മാറ്റുകയാണ്. നിർണായകമായ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. പരുന്തുംപാറയിൽ അനധികൃതമായി നിർമ്മിച്ച കുരിശ് പൊളിച്ചു മാറ്റുകയാണ്. റവന്യൂ സംഘമെത്തിയാണ് കുരിശ് പൊളിച്ചു മാറ്റുന്നത്. നിരോധനാജ്ഞയും സ്റ്റോപ്പ് മെമ്മോയും നിലനിൽക്കെയാണ് പരുന്തുംപാറയിൽ അനധികൃത നിർമ്മാണങ്ങൾ വ്യാപകമാകുന്നത്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയും മൗനസമ്മതത്തോടെയുമാണ് ഈ ഒരു അനധികൃത നിർമ്മാണങ്ങൾ വ്യാപകമാകുന്നത് എന്നതാണ് ആക്ഷേപം ഉയർന്നിരുന്നത്. ജനം TV ആണ് ഈ ഒരു വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടാകുന്നത്. റവന്യൂ സംഘമെത്തി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലുള്ള ഈ ഒരു കുരിശ് പൊളിച്ചു മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ കുരിശ് നിർമ്മിച്ചത് കാണാൻ സാധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി ഇപ്പോൾ ഉണ്ടാകുന്നത്.
സുബിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സുബിൻ, ഒരുപക്ഷെ ഈ ഒരു കുരിശ് മാത്രമല്ല, നിരവധി നിർമ്മാണങ്ങളാണ് അനധികൃതമായി പരുന്തുംപാറയിൽ വ്യാപകമാകുന്നത്. അതിലേറെ ശ്രദ്ധേയമായ കാര്യം, ഉദ്യോഗസ്ഥരുടെ അനുമതി ഉണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മൗന അനുവാദത്തോടെയാണ് ഇത്തരം എല്ലാ അനധികൃത നിർമ്മാണങ്ങളും നടക്കുന്നു എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ ഈ ഒരു കുരിശ് മാത്രമല്ല, ഇനിയും നിരവധി അനധികൃത നിർമ്മാണങ്ങൾ തന്നെയല്ലേ പരുന്തുംപാറയിലുള്ളത്? വ്യാപകമായ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഇത് റവന്യൂ വകുപ്പ് കണ്ടെത്തുന്നതിനോട് ചേർന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഈ അന്വേഷണ കമ്മീഷനാണ് ഇത്തരത്തിൽ പരുന്തുംപാറയിൽ നടന്നിട്ടുള്ളത്. മൂന്നാറിനെ അപേക്ഷിച്ച് അതിലും വലിയ കയ്യേറ്റങ്ങൾ ഈ പരുന്തുംപാറ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. ഇതിന്റെ പിന്നാലെയാണ് ഈ ഒരു നടപടികളിലേക്ക്, അതായത് ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ കയ്യേറിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ അന്വേഷണം നടത്തുന്നത്. ഈ സമയത്താണ് ഈ മേഖലയിൽ, അതായത് ഈ പരുന്തുംപാറ മേഖലയിൽ വ്യാപകമായി കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. സ്വാഭാവിക പ്രകൃതിയെ വെട്ടിമുറിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതാണ് പരുന്തുംപാറയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ സജിത്ത് നിർമ്മിച്ചിട്ടുള്ള വിവാദമായ ഒരു കെട്ടിടങ്ങൾ. ഏകദേശം 5ഓളം കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. പ്രധാനമായും ഒരു ധ്യാന കേന്ദ്രം എന്നുള്ള തരത്തിലാണ് ഈ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് സംസാരിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരവും അങ്ങനെയാണ്. ഒരു ധ്യാന കേന്ദ്രം എന്നുള്ള രീതിയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നു. പ്രമുഖരായ ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളൊക്കെയാണ് നടന്നത്. പീരുമേട് MLA വാഴൂർ സോമൻ, അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഈ ഒരു കെട്ടിടം തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നത്. വലിയ രീതിയിൽ ഈ ഒരു മല ഒന്നാകെ കീറി മുറിച്ചുകൊണ്ടാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഏകദേശം 5 കെട്ടിടങ്ങൾ, 4 നില കെട്ടിടങ്ങളാണ് അവയെല്ലാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ മലമുകളിൽ ഒരു വലിയ പടുതാക്കുളവും ഇദ്ദേഹം അനധികൃതമായി നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു കയ്യേറ്റ ഭൂമിയിലാണ് എന്നുള്ളതാണ് പ്രധാനമായും റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വിവാദമായതോടെയാണ് ഇതിനോട് ചേർന്ന് തന്നെ, ഈ പടുതാക്കുളത്തിനോട് ചേർന്ന് തന്നെ ഇത്തരത്തിൽ ഒരു കുരിശ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ആഴ്ച ഈ സജിത്ത് ജോസഫ്, ഉൾപ്പെടുത്താൻ സ്വദേശിയായ സജിത്ത് ജോസഫ് ഇവിടെ എത്തിയിരുന്നു. ആ സമയത്ത് ചില റവന്യൂ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു കുരിശിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതിനുശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിൽ തന്നെ ഈ ഒരു സ്ഥലത്തിന് നേർ അതിർത്തി ചേർന്ന് ഒരു മരങ്ങൾക്ക് ഇടയിലുള്ള ഭാഗത്താണ് ഈ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഇത്തരത്തിൽ ഈ ഒരു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വൈകിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ റവന്യൂ വകുപ്പ് കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നു. അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ റവന്യൂ വകുപ്പിന്റെ സംഘം അതിൽ കൃത്യമായ അന്വേഷണം നടത്തി ഈ ഭൂമി അത് റവന്യൂ വകുപ്പിന്റെ അല്ലെങ്കിൽ പുറമ്പോക്ക് ഭൂമിയാണെന്ന് കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു പൊളിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 കൂടിയാണ് ഈ നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു. അതിനുശേഷം ഈ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ഇത് റവന്യൂ ഭൂമിയിൽ നിന്ന് സ്ഥിരീകരിക്കുന്നത്. ശേഷം ഈ നിലകൾ പൊളിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിക്കാനുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. ആ സമയത്തും ഈ നിർമ്മാണത്തിന് അത് വലിയ മികച്ച രീതിയിലുള്ളൊരു നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാധുനിക സംവിധാനത്തിലുള്ള ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പൊളിക്കൽ നടപടികൾ പൂർത്തീകരിക്കാൻ റവന്യൂ വകുപ്പ് ശ്രമിക്കുന്നത്. ഇതിൽ ഈ റവന്യൂ വകുപ്പ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഉദ്യോഗസ്ഥ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതായത് പീരുമേട് താലൂക്കിൽ നിന്നുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്നത്. ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് നിലനിൽക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ ഒരു അനധികൃത ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കുരിശ് പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പൊളിച്ചു മാറ്റി നിലവിലുണ്ടായ വിവാദങ്ങൾ തണുപ്പിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്.
സുബിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകൃതിക്ക് മേൽ വലിയൊരു ചൂഷണം നടക്കുന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പരുന്തുംപാറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കുരിശിന് സമീപത്തായി വലിയ കെട്ടിടങ്ങൾ പോലും അനധികൃതമായി നിർമ്മിച്ചതാണ്. ഈ ഒരു കുരിശ് മാത്രമല്ല, ഇനിയും നിരവധി നിർമ്മാണങ്ങളാണ് അനധികൃതമായി പരുന്തുംപാറയിലുള്ളത്. ഒരുപക്ഷെ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അനധികൃതമാണെന്ന് വാർത്ത വന്നതിന് ശേഷം മാത്രമാണോ ഈ റവന്യൂ വകുപ്പ് ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ നിർമ്മാണങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് എന്തുകൊണ്ട് കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരുന്തുംപാറയിൽ 2017 മുതൽ വ്യാപകമായി കയ്യേറ്റം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് മുഖാന്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് റവന്യൂ വകുപ്പിന്റെ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അകമഴിഞ്ഞ ഒരു സഹായം ഈ കയ്യേറ്റക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുതന്നെയാണ് ഈ പരുന്തുംപാറയിൽ ഏത് മേഖലയിൽ നോക്കിയാലും ഒട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തിയിട്ടിരിക്കുന്ന സാഹചര്യം. ഈ കാട്ടുകല്ലുകൾ പെറുക്കി വെച്ച് ഈ മലകൾ ഒന്നാകെ വേലി തിരിച്ച് അല്ലെങ്കിൽ കെട്ടി എടുത്തിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. കൂടാതെ ചില മലമുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ വൻകിട കെട്ടിടങ്ങൾ പണിത് ഉയർത്തുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ പരുന്തുംപാറ മേഖല, പീരുമേട് വില്ലേജ് അല്ലെങ്കിൽ മഞ്ചുമല വില്ലേജിന്റെ പുറത്തു നിന്നുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ കൂടുതലായി കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. അതായത് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകളാണ് ഇത്തരത്തിൽ വ്യാപകമായി കയ്യേറ്റം നടത്തിയിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കയ്യേറ്റ ഭൂമി അത് ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള തൃക്കുടിത്താനം സ്വദേശിയായിട്ടുള്ള സജിത് ജോസഫ് എന്നയാളുടെ ആ ഒരു സ്ഥലത്താണ്. അതുപോലെ തന്നെ സമാനമായി തന്നെയാണ് ഈ പരുന്തുംപാറയുടെ പല മേഖലകളിലും നിലവിൽ ഈ ഒരു കയ്യേറ്റങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു കുരിശ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു അഗാധമായ കുഴിയാണ്, വലിയ കൊക്കയാണ്. ഇതിന് മറുവശത്തേക്ക് വനഭൂമിയാണ് എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് നൽകുന്ന വിശദീകരണം. ഈ ആ ഒരു പ്രദേശത്തിനോട് ചേർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഒരു മലയുടെ ഒത്ത മുകളിലാണ് ഈ ഒരു 5 കെട്ടിടങ്ങളും ഈ ഒരു വലിയ പടുതാക്കുളവും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. നിലവിൽ ഈ ഒരു നടപടികൾ വേഗത്തിലാക്കാൻ ഈ ഒരു റവന്യൂ വകുപ്പിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നൽകിയ ആ ഒരു വാർത്ത തന്നെയാണ്, രാവിലെ പുറത്തുവിട്ട ആ ഒരു വാർത്ത തന്നെയാണ്. അതായത് ഈ ഒരു കുരിശ് നിർമ്മാണം, അതായത് സ്റ്റോപ്പ് മെമ്മോയും മറ്റ് നിരോധനം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച എല്ലാ നിരോധനങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്രയും നടത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു കുരിശ് പൊളിച്ചു നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് റവന്യൂ വകുപ്പ് എത്തിയിട്ടുള്ളത്. നിലവിൽ എല്ലാ തഹസിൽദാരുടെ നേതൃത്വത്തിൽ അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ ഒരു കുരിശിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ചെറിയ പൊട്ടലുകൾ ഉണ്ടാക്കിയ ശേഷം അവിടെ നിന്ന് കയർ ഉപയോഗിച്ച് നിലവിൽ ഈ ഒരു ആളുകൾ ഈ കയർ ഉപയോഗിച്ച് ഈ കുരിശ് കെട്ടുകയാണ്. ഇതിലിപ്പോൾ താഴ്ഭാഗം കൂടി തകർത്ത ശേഷം ചിലപ്പോൾ വലിച്ച് പെടത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഉദ്യോഗസ്ഥർ എന്താണ് ഉദ്ദേശിക്കുന്നത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകും. എന്തായാലും അടിയന്തര നടപടി ഈ ഒരു അനധികൃതമായി കുരിശ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, സുബിൻ തോമസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.